അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ആദ്യത്തെ കാരൊക്കെയാണ് നമ്മൾ ടൂർ പോവുകയാണ്. അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ മൂന്നാറാണ്. ഇന്ന് വൈകുന്നേരം വരും, കാരണം നാളെ നമുക്ക് സ്കൂളുണ്ട്. കാരണം നാളെ മൺഡേ ആണ്, ഇന്ന് സൺഡേ ആണ് ഞങ്ങൾ പോണത്. കാരണം നമ്മൾ ടാറെടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ. അപ്പോൾ ടാറെടുത്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോസിൽ പോയി നോക്കിയാൽ ലെങ്ത്ത് കുറവുള്ളൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ പറയാൻ പോവായിരുന്നു. പോയപ്പോൾ നല്ല കടും മലയൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ കിടന്നുറങ്ങി. എനിക്ക് ഉറങ്ങാല് പിന്നെ സ്ഥിരമായാലും പിന്നെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ അതൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ ഇറങ്ങിയില്ല, കാരണം നമുക്ക് അവിടെ നേരത്തെ എത്തണ്ടേ. കാരണം നമ്മളറിയില്ല, കുറച്ച് മഴക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ പോകുമ്പോൾ മഴ പെയ്താലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുലുങ്ങി പോകണോണ്ടോ അതറിയാം, എനിക്ക് ചെറുതായിട്ട് ഛർദ്ദിക്കാനുള്ള മൂടൊന്നു. പിന്നെ ഞാൻ ഛർദ്ദിച്ചില്ല. താറി പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങിങ്ങനെ പോകത്തുള്ളൂ, കാരണം ഛർദ്ദിച്ചൊന്നുമില്ല. പക്ഷെ അതിലോട്ട് ടൂർ പോയപ്പോൾ ഛർദ്ദിക്കാറില്ല. ഞാൻ ജീവിതത്തിൽ ഛർദ്ദിച്ചിട്ടേ ഇല്ല. അതെന്താണെന്ന് എനിക്കും പോലും അറിഞ്ഞുകൂടാട്ടോ ഗൈസ്. ഞാൻ പോയി അവിടെ ഞാൻ ഇപ്പോൾ ഒരു മല കാണുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ആ മല തീർന്നു. അത് കിട്ടി നമ്മൾ ബസ്സിൽ കയറിയിട്ടോ. കാരണം ഏത് ബസ് വന്നറിയോ, നമ്മൾ ആ കാട്ടിലോട്ട് മൂന്നാറെ എത്തിയിട്ട് ആ കാട്ടിലോട്ട് കൊണ്ടുപോകേണ്ടൊരു ബസ്സിൽ കയറി. അവിടെ കയറിയപ്പോഴാണ് വീണ്ടും ട്രാജഡി എനിക്ക് കിട്ടിയത്. അവിടെ നല്ല പണിയുണ്ട് കയറി പോകാൻ. നല്ല വെച്ചാൽ അടുത്ത വെക്കാൻ ഭയങ്കര സ്പീഡിൽ പോകും. പക്ഷേ എനിക്ക് ആദ്യം 2 മിനിറ്റ് പേടി ഉണ്ടായെങ്കിൽ പിന്നെ ആ പേടിയൊക്കെ പോയപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ പോയി. അത് ഞാൻ എപ്പോഴും അങ്ങനെ. ഇപ്പോൾ ഞങ്ങൾ സൗണ്ട് കേൾക്കണം. അത് ഞാൻ അവിടെ നിന്ന് ടോയാണ് ഈ തലയിലിട്ടിങ്ങനെ ഇരുമാലി ഒന്നിങ്ങനെ ടോയ്. അതാണ് അതിൻ്റെ സൗണ്ട് കേൾക്കണ്ടെങ്കിൽ അതാണ്. നമ്മളൊന്നും അവിടെ നിന്ന് ഇറങ്ങാറ് ഇങ്ങനെ വലിയ കാര്യം കുറേ കാര്യം കുറേ മലയൊക്കെ കാണും. കുറച്ച് നേരം വീട്ടിൽ കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പിന്നെ നമ്മളവിടെ എത്താറായി. അതായത് നമ്മൾ മല കാണാം. കുറേ തേയിലത്തോട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ടൊരു കാഴ്ചയാണ്. നല്ല കാഴ്ച ഉണ്ടായി. ഇങ്ങനെയൊക്കെ നല്ല കാണാനും ഭംഗിയൊക്കെയാണ്. അവിടെയൊക്കെ നല്ല കോടയാണ്. നമ്മളിവിടേക്ക് പോകുന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായി. അത് കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യണോണ്ട് നമുക്ക് എവിടെയാണ് കിട്ടുന്ന പ്ലേസ് അറിയാം. ഇപ്പോഴായിരിക്കും മനസ്സിലാണ് വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത് നല്ല പണിയാണെന്ന്. അവിടെ നിന്ന് ഇപ്പോഴാണ് നല്ലൊരു കോട വന്നത്. മലയുടെ പേര് എടുക്കാൻ പോകണം. അത് കാരണം ഞാൻ അത് കൊടുത്തിട്ടില്ല. സംസാരിക്കുന്നത് എന്താണെന്നറിയാം, മലയും കോടയൊക്കെ ഒക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മളവിടെ എത്താറായി. അപ്പോൾ നല്ലൊരു മല. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാറുണ്ട്. നമ്മളിവരുടെ ഒരു ടെസ്റ്റിലാണ് പോകണം. അവർ നമ്മളെ വ്യൂ അവിടെ വരെ എത്തിക്കും. ബാക്കി 3 റൗണ്ട് നമ്മൾ മല നടന്ന് കയറും. നമുക്ക് അവിടെ വേണമെങ്കിൽ കയറാം. പക്ഷെ ഞങ്ങൾ 3 കയറത്തുള്ളൂ. അവിടെ വ്യൂ പോയിട്ട് ബോട്ടൊക്കെ കാണാൻ പറ്റുമെന്ന് പറയണം. ഞങ്ങൾ പോയപ്പോൾ ബോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ബോട്ട് എന്ന് പറയുന്നത് ഒരു മാൻ പോലെ ഇരിക്കുന്ന ഒരു പക്ഷേ എനിക്കറിയുണ്ടല്ലോ. ബോട്ട് കാണുമെന്ന് പറയണേ. ഇവിടെ ബോട്ടൊന്നും കണ്ടിട്ട് ഞങ്ങളവിടെ ഇറങ്ങി നടന്നപ്പോൾ നമ്മൾ ബോട്ടൊന്നും കണ്ടില്ല. ഞങ്ങളുടെ എത്താറായി തോന്നിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങാൻ പക്ഷേ എത്തിയിട്ടില്ല. നമുക്ക് കുറേ നമ്മൾ അതൊക്കെ ഇട്ടു. അതൊരിക്കലും എത്തിയിട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നമ്മൾ എത്താറായെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ അവിടെ ചേർത്തതെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ പറ്റില്ലാണ്ട് ഇനി പോകാനുണ്ട്. ഇവിടുത്തെ എത്തിയാൽ ഇവിടം വരെ നടന്നു നമുക്കൊരു പറ്റില്ല. അതാണ് ഇവർക്ക് പോകണം നമ്മൾ. ഇവിടെ അവിടെ എത്തുമ്പോൾ മൊത്തം നടക്കണം കേട്ടോ. അവിടെ നടക്കാനും വ്യൂ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ വ്യൂ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ ഗോട്ടൊന്നും കണ്ടില്ല. ഗോട്ട കാണുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് അന്ന് പോയപ്പോൾ പണ്ട് ഞങ്ങൾ പോയപ്പോൾ ഗോട്ടനെയൊക്കെ കണ്ടു. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് യൂട്യൂബ് ഉണ്ടായില്ല. ഇതാണ് യൂട്യൂബ് കൊണ്ട് വന്ന് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എത്താറായിട്ട് നമ്മൾ അവിടെ ഒരു വാട്ടർഫോൾസാണ്. അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ സൗണ്ട് കേൾക്കുന്നത് അവൻ്റെ മൂന്നാറെന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇറക്കിയതാണ്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ വാട്ടർഫോൾസിൻ്റെ അവിടെ നിർത്തി കേട്ടോ. അതൊക്കെ കണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ അവർ ബാഗൊക്കെ ചെക്ക് ചെയ്തു. ഫുഡൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മനസ്സിലാവും അവിടെ കുറേ ഉണ്ട്. അവിടം വരെ എത്തണം എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ട്രാജഡിയായി. വീണ്ടും ഒരു ട്രിപ്പ് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടായി. റെസ്റ്റ് എടുത്തിട്ട് ഓടിപ്പോണം അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് മരത്തിൻ്റെ അവിടെ ഇരുന്നു. പിന്നെ ഭയങ്കര അവിടെ ലാസ്റ്റ് ഞങ്ങൾ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലാത്തൊരു സന്തോഷം. അത് നമ്മളവിടെ നിന്ന് ഇറങ്ങിയെന്നല്ല, ആ റൗണ്ടിൽ നിന്ന് നമ്മൾ തീരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാനും അച്ചു നടന്ന് പോവാണ്. അപ്പം അവിടെ നല്ല രസമുള്ള നല്ല കുട. എനിക്കും അച്ചുവിനെ പോലെ വല്ല ഫുഡ് ഇട്ടാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലിപ്പോൾ വന്നു. കാരണം നല്ല തണുപ്പുണ്ടായി. എനിക്കാണെങ്കിൽ തണുത്ത് വിറന്നിട്ട് വല്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ എൻ്റെ ഒപ്പം നടക്കണം. അനുവിനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ അനു നല്ലൊരു ചിരി എന്നിട്ട് എന്നെ പോയിട്ട് ഇതാണ് അനുവെന്ന് വിളിക്കുന്നത് എൻ്റെ അമ്മയോട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്ന് ഇങ്ങനെ കാടൊക്കെ കയറി നല്ല മലയായിരുന്നു. നല്ല തണുപ്പ്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്തു. അപ്പം മഴ പെയ്തപ്പോൾ നനഞ്ഞതിൻ്റെ ഒരു തണുപ്പാണ് ഞാൻ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വെള്ളം ഉണ്ട് കേട്ടോ. അവിടെ തൊട്ടേക്ക് പോയാൽ മനസ്സിലായില്ലേ കയ്യൊക്കെ മറ്റേ ഹെലൻ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്തത് ഇതെനിക്ക് ഭയങ്കര ടോമജറിനൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയേ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് പേടിച്ചിട്ട് മനുഷ്യന് പാമ്പം കെട്ടി. ഇത് നമ്മുടെ 4U അങ്ങനെ VR 4U അല്ല VR ആയിരുന്നു. എനിക്ക് ടോമജറിനെ കാണാൻ തന്നെ കാടും മലയൊക്കെ ആയിരുന്നു. നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ലാസ്റ്റ് പോയിന്റ് എനിക്ക് എടുത്തു തന്നില്ല. അത് കാരണം അത് കിട്ടിയില്ല. അത് കണ്ടാൽ നിങ്ങളിപ്പോൾ ചിരിച്ചിട്ട് സത്യം ഞാൻ പേടിച്ച് പന്തം കെട്ടിപ്പോയി. പുലിയൊക്കെ നമ്മുടെ അടുത്തേക്കോട്ടൊക്കെ പോയി. ആദ്യം കുറച്ച് പേടിച്ചെങ്കിലും പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി. ഇങ്ങനെ ആനയൊക്കെ നമ്മുടെ അടുത്തേക്കൂടെ കൂപം പിടിച്ചിട്ട് പോകണ പോലെ. എന്നിട്ട് അവർ ലാസ്റ്റ് നമ്മളെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ കറങ്ങാനും തള്ളിയിടാനൊക്കെ നോക്കി. അതൊന്നും എടുത്തില്ല കേട്ടോ. കാരണം അപ്പം നമുക്ക് ആ സീൻ ഉണ്ടാവുമെന്ന് എടുക്കണ ആൾക്കറിയില്ലല്ലോ. അത് കണ്ടെങ്കിൽ നമുക്ക് ചിരിച്ചിട്ട് സത്തേനെ. അങ്ങനെ അത് കയറിയിട്ട് മൊത്തം എന്നെ പേടിച്ചിട്ട് പന്തം കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ചുവൊക്കെ നല്ല നോക്കാണ്. ഞാനും അതുപോലെ തന്നെ നല്ല നോട്ടം. അച്ചു എന്ന് പറയുന്നത് എൻ്റെ അനിയൻ, ഞാൻ പിന്നെ ഏറ്റവും ഇളയ അനിയത്തി. ഞാനാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത്. ആ കൈയൊക്കെ പാർത്തിച്ചിരിക്കുന്നത് ആനേനെ കണ്ടിട്ടാണ് കേട്ടോ. ഞാൻ പകുതി കണ്ണടിച്ചിരിക്കുന്നു. എനിക്ക് അത്രയും പേടിയാണ്. എനിക്കിങ്ങനെ നിങ്ങൾ കണ്ടോ ഇന്ന് നിങ്ങൾ സൂചിച്ചത് മതി നമുക്ക് ചാടാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിച്ചടാ. ലാസ്റ്റ് ഞാൻ അമ്മേന്നൊരു അച്ചെടുത്ത് കാരണം നമ്മളെ എനിപ്പിച്ചിട്ട് അവരിങ്ങനെ കറക്കി. എൻ്റെ ഇനി മലയുടെ മേളിൽ മുന്തി ഇടുന്ന പോലത്തെ ഒരു സീലിൽ ഞാൻ പേടിച്ച് പന്തം കെട്ടി. എനിക്ക് വേണ്ട, എനിക്ക് പോണ്ട എന്നിങ്ങനെ ഞാൻ അലറിപ്പോയി. അത്രയും ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ചെയ്യണ്ട, കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ടൂറിസ്റ്റ് വന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ രസമാണ്. കൊച്ചു പിള്ളേരൊക്കെ ചെയ്യണ്ടല്ലോ, അപ്പോൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് പറ്റും, ഒട്ടും പറ്റിയില്ല. ഞാനവിടെ പേടിച്ച് പന്തം കെട്ടിയെന്നുള്ളൂ, വേറെ ഒന്നിട്ടും ഉണ്ടായില്ല. അപ്പോൾ അച്ചുവാണെങ്കിൽ ഇങ്ങനെ താഴോട്ടൊക്കെ വെള്ളോട്ടാകും. കാരണം നമ്മൾ ഇങ്ങനെ വ്യൂ കാണാൻ പറയും. അതുപോലെ തന്നെ ആനയൊക്കെ പോകണ്ട. എനിക്കത് കണ്ടിട്ട് ഭയങ്കര പേടിയാട്ടോ ആനയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയൊരു കോട. നമ്മളവിടെ നിന്ന് ഇറങ്ങാറായപ്പോൾ തന്നെ കോട. അതിനിടയ്ക്ക് നമ്മളൊരു അവിടെ നിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മൾ നല്ല വിഷമില്ലാതെ നമ്മൾ കഴിച്ചു. നല്ല കോടയപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇനി നമ്മൾ ഇതിലോട്ട് പോവുകയാണ്.